ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ പരിക്കിനെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുന്നു. അതിനിടെ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മീഡിയ കോർഡിനേറ്ററുമായ തൗഫീഖ് രാജൻ പുറത്തുവിട്ട വീഡിയോ വൈറലാവുകയാണ്. ഒപ്പം ന്യൂസ് 18 കേരളയിലെ തൗഫീഖിന്റെ വെളിപ്പെടുത്തലും മന്ത്രിയുടെ പരിക്ക് വെറും അഭിനയം മാത്രമാണെന്നും സഹതാപ തരംഗമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നുമാണ് KSU നേതാവിന്റെ ആരോപണം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധത്തിന്റെ കത്രിക വയ്ക്കാത്ത ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് KSU സംസ്ഥാന നേതാവ് തൗഫീഖ് രാജൻ രംഗത്തെത്തിയത്. സംഭവ സമയത്ത് പ്ലാറ്റ്ഫോമിൽ മന്ത്രിയോടൊപ്പം 40ഓളം പോലീസുകാർ ഉണ്ടായിരുന്നുവെന്നും വെറും 4 KSU പ്രവർത്തകർ ഈ സുരക്ഷാ വലയം ഭേദിച്ച് മന്ത്രിയെ ആക്രമിച്ചുവെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും KSU വാദിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ സത്യാവസ്ഥ പുറത്തുവരും. മന്ത്രി പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളാണ് തങ്ങൾ പുറത്തുവിട്ടതെന്നും KSU അവകാശപ്പെടുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ AKG സെന്ററിൽ തയ്യാറാക്കിയ തിരക്കഥയാണിതെന്ന് തൗഫീഖ് ആരോപിച്ചു. മുൻ മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാറിന്റെ സംവിധാനത്തിലാണ് ഈ നാടകം അരങ്ങേറുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കണ്ണൂരിലെ പ്രതിഷേധത്തിന് 3 മണിക്കൂർ മുൻപ് മട്ടന്നൂരിലെ പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രിയുടെ ചിത്രങ്ങളാണ് KSU ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധത്തിന് മുൻപ് മന്ത്രിയുടെ കയ്യിൽ ബാൻഡേജ് ഇട്ട ചിത്രം പുറത്തു വന്നതോടെ പരിക്കിന്റെ ഉറവിടത്തെ ചൊല്ലി സംശയങ്ങൾ ഉയരുന്നു. അഭിനയ മികവിന് മികച്ച നടിക്കുള്ള പുരസ്കാരം തന്നെ വീണ ജോർജിന് നൽകണം എന്നാണ് തൗഫീഖ് രാജൻ പരിഹസിച്ചത്. സ്കൂൾ കാലഘട്ടത്തിലെ മോണോ ആക്ട് വിജയങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. മോണോ ആക്ടിന് വീണയ്ക്ക് സ്കൂൾ തലത്തിൽ സമ്മാനം കിട്ടിയിരുന്നതായും തൗഫീഖ് പറയുന്നു. ആരോഗ്യ കേരളത്തെ അവതാളത്തിലാക്കി വീണയെന്നും പറയുന്നു. മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വീണ കുര്യാക്കോസിന് മോണോ ആക്ടിന് സമ്മാനം കിട്ടിയതെന്നും തൗഫീഖ് പറയുന്നു. വീണ കുര്യാക്കോസാണ് ഇപ്പോൾ വീണ ജോർജ് എന്നാണ് തൗഫീഖിന്റെ ആരോപണം. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് കടുത്ത ആക്രമണമാണെന്നും മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നുമാണ് CPM നിലപാട്. പരിക്കേറ്റ മന്ത്രിയെ വിദഗ്ധ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശാരീരിക ആക്രമം തെളിയിക്കാൻ പോന്ന വീഡിയോയൊന്നും പുറത്തു വന്നിട്ടില്ല. അതിനിടെ വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യം വ്യക്തമായില്ലെന്ന് റെയിൽവേ സുരക്ഷാ സേന തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ലെന്ന് കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് കീഴിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് RPFനോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനായി നടത്തിയ പരിശോധനയിലാണ് അത്തരം ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായത്. സംഭവത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ റെയിൽവേ പോലീസ് ആശുപത്രിയിലെത്തിയെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ അതിന് കഴിഞ്ഞില്ല. മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്താണ് പോലീസ് കേസുമായി മുന്നോട്ടു പോകുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്ന ക്രമസമാധാന പ്രശ്നമായതിനാൽ റെയിൽവേ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്.